നിന്തിരു സന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിന്ദയയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാമേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാമേശുവേ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളെ അളകൂടാതെ നിത്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അത്ഭുതവും അതിശയമായി ഞങ്ങൾക്ക് അല്പസമയം ഉറങ്ങുവാനും ഉണർന്ന് കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും തന്ന ഭാഗ്യത്തിനായി നല്ല ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവ്, ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം എൻ്റെ അപ്പച്ചൻ്റെ പകല ഞങ്ങൾക്ക് ദാനമായി നൽകി തരേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട് കർത്താവേ. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും ഒരുപോലെ പ്രാർത്ഥിച്ചേൽപ്പിക്കുകയാണ്. എൻ്റെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വഴികളിലും കൂടെ ഇരിക്കണമേ. എല്ലാ ഉപജീവനമാർഗവും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. സമാധാനത്തിലും സൗഖ്യത്തിലും സൂക്ഷിക്കണമേ. പ്രാർത്ഥനാ വിഷയത്തിന് മേൽ മറുപടി അയക്കണമേ കർത്താവേ. ഓ, നിന്റെ കൃപ ഞങ്ങൾക്ക് മതി കർത്താവേ. അത് ഞങ്ങളുടെ ബലഹീനതയെ തികഞ്ഞു വരുന്നതാകിയാൽ അത്യന്തപരമായ കൃപ ഓരോ ജീവിതങ്ങളുടെ മേലും നൽകിത്തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ, ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ, കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ, അവരുടെ വിദ്യാഭ്യാസം ഏൽപ്പിക്കട്ടെ കർത്താവേ. ജോലിയിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കട്ടെ കർത്താവേ. കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ ഏൽപ്പിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ ആണും പെണ്ണുമായ മക്കളെ സമർപ്പിക്കട്ടെ കർത്താവേ. ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളുടെ ഉപജീവനമാർഗം എല്ലാം തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്നുവരെ ഞങ്ങളെ അത്ഭുത അതിശയമായി നടത്തിയതാ, വീണ്ടും നടത്തുവാൻ സർവ്വശക്തനാ ബലമുള്ള കരങ്ങളിലാണ് ഞങ്ങളെ ഏൽപ്പിക്കുന്നത്. കർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ശ്രേഷ്ഠകരമാക്കണം. പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാ മക്കൾക്കും നല്ല ജയമൊരുക്കുമാറാകണം. പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന മക്കളുണ്ട് കർത്താവേ. ദൂരത്തും ചാരത്തുമായിട്ട് അനേക പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ വിവിധ ആവശ്യങ്ങളുടെ നടുവിൽ, ഭാരങ്ങളുടെ നടുവിലായിരിക്കുന്നവർ, പരീക്ഷയ്ക്കായിട്ടൊക്കെ തയ്യാറെടുക്കുന്ന മക്കളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സെപ്റ്റംബർ 21 നടക്കുന്ന പരീക്ഷ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ദൈവം പൈതലിനോട് മനസ്സലിമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ കർത്താവേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് കർത്താവേ, ഉപജീവനം അന്വേഷിക്കുന്ന തൻ്റെ മക്കൾക്ക് അപ്പച്ചന് ഉപജീവനമാർഗത്തിൻ്റെ വഴികളെ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, നീ അല്ലാതെ മറ്റാരുമില്ലപ്പാ സഹായിപ്പാൻ. വഴി തുറക്കണമേ കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ലജ്ജിച്ചു പോകാൻ അനുവദിക്കരുതേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നിരാശപ്പെട്ടു പോകാൻ അനുവദിക്കല്ലേ. എൻ്റെ അപ്പൻ്റെ പൊന്നുകരമെന്ന് നീട്ടി സഹായിക്കണമേ കർത്താവേ. അത്ഭുത വഴികളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ജോലി ചെയ്യുന്ന മക്കളെ ബലപ്പെടുത്തി സമാധാനത്തിൽ കാത്തോണേ. നല്ല പ്രതിഫലം കൊടുത്ത് മാനിക്കണമേ. സമാധാനമില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട് കർത്താവ്. പലതിനെ ചൊല്ലി ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. ജോലിക്കാർ നിമിത്തം ഹാലല്ലേ കർത്താവേ. പീഡനം അനുഭവിക്കുന്നവരുണ്ട് കർത്താവേ. ഹാലലി. താമസ സൗകര്യമില്ലാത്തവരും, ഭക്ഷണമില്ലാത്തവരും, യാത്രാ സൗകര്യമില്ലാത്തവരും, അപ്പോൾ കിടന്നുറങ്ങുവാനൊരവസരം സമയമില്ലാത്തവരും ഒക്കെ ഉണ്ട് കർത്താവേ. എൻ്റെ സ്വർഗത്തിലെ ദൈവമല്ല ബന്ധപ്പാട് പറയുന്ന ദൈവമാണ് കർത്താവെ. ജോലി ചെയ്തിട്ട് ശമ്പളം ലഭിക്കാത്ത മക്കളുണ്ട് കർത്താവെ. അപ്പോൾ അവരുടെ മനസ്സലിയണമേ, കരുണ കാണിക്കണമേ, അത്ഭുതം ചെയ്യണമേ. സമാധാനപരമായി സന്തോഷമായ ജോലി കാര്യങ്ങളെ ചെയ്ത് ജീവിപ്പാൻ ഇടയാക്കണമേ. മേലധികാരികളോടൊക്കെ കർത്താവ് ഇടപെടണേ. മനസ്സാക്ഷി കർത്താവ് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ. കർത്താവ്, വിവാഹപ്രായമായ മക്കളുണ്ട്, ആണും പെണ്ണുമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിവാഹം നടക്കണം. തക്ക തുണയെ കർത്താവ് ഒരുക്കി കൊടുക്കണം. പ്രത്യേകിച്ച് പ്രാർത്ഥന ചോദിച്ച മക്കളുണ്ട് കർത്താവെ. എൻ്റെ സ്വർഗ്ഗം അവരോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തമ്പുരാനെ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരുണ്ട് കർത്താവെ. അവർക്ക് തലമുറയെ കൊടുത്ത് അനുഗ്രഹിച്ചാട്ടപ്പ. ഗർഭിണികളായിരിക്കുന്ന മക്കളുണ്ട് കർത്താവെ. പൊന്നുകരങ്ങളിൽ വഹിച്ചു കൊള്ളണമേ അപ്പ. എൻ്റെ കർത്താവെ, സുഖപ്രസവം കൊടുക്കണമേ. ഊനമില്ലാത്ത കുഞ്ഞുങ്ങളെ കൊടുത്ത് സഹായിക്കണമേ. അതുപോലെ കർത്താവെ, സ്തോത്രം. യാത്ര പോകുന്ന മക്കളെ സമർപ്പിക്കുന്നുണ്ട്. യാത്രകളിലെല്ലാം കൂടെ ഇരുന്നോണേ.
ദൈവമായ കർത്താവ് വിവിധ ഭാരങ്ങളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട്. മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങളുണ്ട്. അവരെ ചൊല്ലി വേദനിക്കുന്ന മാതാപിതാക്കൾ, സഹോദരിമാർ, കുഞ്ഞുങ്ങളുണ്ട്. മനസാന്തരം നൽകണേ കർത്താവ്, രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, പാർക്കുവാൻ ഭവനമില്ലാത്തവർ, വാടക ഭവനങ്ങളിൽ കഴിയുന്നവർ, ഭവനം പണിതുകൊണ്ടിരിക്കുന്ന മക്കളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളുടെയും ആവശ്യങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും നടുവിൽ സ്വർഗത്തിലെ അപ്പൻ ഇറങ്ങി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നു. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കാൻ കഴിവുള്ള അപ്പച്ചൻ, മനസ്സലിയുള്ള അപ്പൻ എൻ്റെ അപ്പനാകയാൽ തൻ്റെ മക്കളുടെ ബുദ്ധിമുട്ട് തീർത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. ദൈവമായ കർത്താവെ, കുടുംബജീവിതത്തിൽ സ്വസ്ഥത അനുഭവിക്കാത്ത അനേക ജീവിതങ്ങളുണ്ട്. സമാധാനത്തെ നൽകണമേ, ഛിന്നഭിന്നമായിപ്പാൻ അനുവദിക്കല്ലേ, തമ്പുരാൻ ഇറങ്ങി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം കർത്താവെ, സ്തോത്രം. അപ്പൻ്റെ ബലമുള്ള കരങ്ങളിൽ വിഷയം ഏൽപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, സമയ ഹല്ലേലൂയ കർത്താവെ. കേസ് സംബന്ധമായി ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ട്. വസ്തു സംബന്ധമായ ചില പ്രശ്നത്തിന് നടുവിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. മക്കളെ സ്നേഹിക്കാത്ത മാതാപിതാക്കളുണ്ട്. മാതാപിതാക്കളെ സ്നേഹിക്കാത്ത മക്കളുണ്ട്. എൻ്റെ കർത്താവെ, ഭാവി നഷ്ടപ്പെടുത്തിക്കൊണ്ട് കൂട്ടുകെട്ടിൽ അകപ്പെട്ടുകൊണ്ട് കർത്താവെ ജീവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. വിദ്യാഭ്യാസം പോലും പൂർത്തീകരിക്കാതെ ജോലിക്ക് പോകാൻ മനസ്സില്ലാതെ ഉദാസീനരായി അലസരായിട്ടൊക്കെ ഇരിക്കുന്ന മക്കളുണ്ട് കർത്താവെ. അവരോട് മനസ്സലിനെ അവർക്കൊരു ചെറിയ ജോലിയൊക്കെ നൽകി അത് ചെയ്തപ്പോഴുള്ള കൃപ കൊടുത്ത മക്കളെയൊക്കെ കാത്തോണേ കർത്താവെ. ചെറുതും വലുതുമായ ബിസിനസ് ചെയ്യുന്ന മക്കളെ ഏൽപ്പിക്കുന്ന കർത്താവെ, ആ ബിസിനസ്സിനെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കണമേ. വേണ്ടുന്നതൊക്കെ ദിനംതോറും കൊടുത്ത് പോറ്റി പുലർത്തണേ. കഷ്ടനഷ്ടം കൂടാതെ കാത്തോണേ കർത്താവെ. സ്തോത്രം, സ്തോത്രം കർത്താവ്. ദൈവമായ കർത്താവെ, സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണേ. ചുറ്റുപാടുകളെ, അയൽ കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ. സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണേ. മാതാപിതാക്കളെ കാത്തോണേ. അനാഥരെ, വിധവകളെ സംരക്ഷിക്കണമേ. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും ഒരുപോലെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണേ കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണമേ കർത്താവ്. എല്ലാ രാജ്യങ്ങളെയും കാത്തോണേ. യുദ്ധങ്ങളിൽ നിന്നും, ക്ഷാമങ്ങളിൽ നിന്നും, ഭൂകമ്പങ്ങളിൽ നിന്നും, മഹാമാരിയിൽ നിന്നും, ജലപ്രളയത്തിൽ നിന്നെല്ലാം വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളുടെ രോഗികളെ എല്ലാം തിരുമുൻപാകെ ഏൽപ്പിക്കുക കർത്താവ്. ഞങ്ങളുടെ രോഗികൾക്ക് വൈദ്യൻ അവിടുന്ന്, നല്ല മരുന്ന് അവിടുന്ന്. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിൻ്റെ കുഴപ്പമുള്ളവർ എല്ലാവരെയും ഏൽപ്പിക്കുന്ന പാടിയൻ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സകല രോഗങ്ങളുടെ മേലും, സകല രോഗികളുടെ മേലും അൻപാർന്ന കരം നീട്ടി സൗഖ്യപ്പെടുത്തിയാൽ മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു. ആശുപത്രി മുറികളിലും ഐസിയിലും സിസിയിലും കിടക്കുന്നവർ, വെന്റിലേറ്ററിൽ കിടക്കുന്നവർ കർത്താവേ, സ്തോത്രം. എൻ്റെ അപ്പൻ്റെ സൗഖ്യം കാത്തു കിടക്കുന്ന എല്ലാ മക്കൾക്കും അവിടുത്തെ സൗഖ്യം അയക്കണമേ നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. പാണ്ട് ദുഃഖത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരെയൊക്കെ കർത്താവ് ആശ്വസിപ്പിക്കണമേ. പ്രത്യാശയോടെ മുൻപോട്ട് ജീവിപ്പാൻ തക്കണം കൃപ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ഭവനം പരിസരമെല്ലാം ഒന്നുകൂടി ഏൽപ്പിക്കട്ടെ. എല്ലാ നന്മയും അനുഗ്രഹം തന്ന് സഹായിക്കണമേ. വാഹനം ഓടിക്കുന്നവരെ മക്കളെയും ഏൽപ്പിക്കുന്നു. ആപത്തനത്തിൽ നിന്ന് എല്ലാവരെയും വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. രോഗദുഃഖാതി വർഷയാതി മരണത്തിന് ഏൽപ്പിക്കാതെ എല്ലാവരെയും സൂക്ഷിക്കണമേ കർത്താവേ. പഠിക്കുന്ന എല്ലാ മക്കളെയും ഒന്നുകൂടെ ഏൽപ്പിക്കുന്നു. സ്വർഗത്തിലെ അപ്പൻ്റെ ജ്ഞാനത്താൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ച് സഹായിക്കണം. നന്മ കൊണ്ട് നിറയ്ക്കണം. മഹത്വം അവിടുന്ന് എടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം.